ഹലോ, അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ ഈ രാത്രി എങ്ങോട്ടാ പോകണമല്ലേ? നമ്മൾ കുട്ടീൻ്റെ താടി മുടിയൊക്കെ ഒന്ന് ഷേപ്പാക്കി കൊടുക്കാൻ വേണ്ടി പോവാട്ടോ. ഇറങ്ങുമ്പോൾ തന്നെ ഇച്ചാപ്പൊന്ന് വീണു. എങ്ങനെ വീണ അറിയോ? തൊട്ടിപ്പാത്രം ഇതിൽ കയറി നിന്നാണ്ട് നടക്കാൻ നോക്കിയതാ, അത് തേക്ക് വീണു. ചുണ്ടൊന്ന് ചെറുതായി പൊട്ടിയിട്ടുണ്ട് കേട്ടാ. അപ്പം ഞാൻ പറയായിരുന്നു ഓൻ അതന്നെ വേണം, കുറച്ച് കരയട്ടെ അറിഞ്ഞിട്ടാ. അതാ മെയിൻ്റെ ആക്കാതിട്ട് അവനെ. അങ്ങനെ ബാർബർ ഷോപ്പിലെത്തി. ഇത് കുട്ടൻ്റെ ഫ്രണ്ട് കണ്ണേട്ടൻ്റെ കടയും കേട്ടോ. അവിടെ എത്തിയപ്പോൾ ഒരാളുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ നേരെ പാനിപ്പൂരി കഴിച്ചിട്ട് വരാറുണ്ട് അവിടെ നിന്ന് ഇറങ്ങിയിട്ടോ. അങ്ങനെ ആ പൂതിയായിട്ട് അവിടെ എത്തിയപ്പോൾ ആൾ പോവാൻ തുടങ്ങിയിരിക്കണ് കേട്ടോ. പാത്രങ്ങളൊക്കെ കഴുകി തുടങ്ങിയിരിക്കണ്. ഇയാൾ ഉച്ചയ്ക്ക് കട തുറന്നാൽ പിന്നെ അത് കഴിയണ വരെ ഇവിടെ ഉണ്ടാവുള്ളൂ കേട്ടോ. അത് കഴിഞ്ഞാൽ ആൾ വീട്ടിൽ പോകും കേട്ടോ. അപ്പോൾ ഒരു 9 മണീൻ്റെ 8 മണീൻ്റെ ഉള്ളിൽ പോകണമെന്ന് സാരം. അങ്ങനെ ആ നിരാശയോടെ നേരെ ബാർബർ ഷോപ്പിക്ക് തന്നെ പോയി. അവിടെ എത്തിയപ്പോൾ ആളത് കഴിഞ്ഞിട്ടില്ല കേട്ടോ, വെട്ടി കഴിഞ്ഞിട്ടില്ല. അപ്പം ഞങ്ങളിതാ അവിടെ സിനിമ ഉണ്ടായിരുന്നു, സിനിമ ഒക്കെ കണ്ടിരിക്കുക കേട്ടോ. ഏതൊരു പഴയ സിനിമയാണ്, സിനിമേൻ്റെ പേരിക്കറിയില്ല കേട്ടോ. അവിടെ എത്തിയ പിന്നെ അവിടെ നിലത്തിറങ്ങണം. നിലത്തിറങ്ങാൻ പറ്റില്ല, എന്താ വെച്ചാൽ നിറച്ച് മുടിയാണ് കേട്ടോ. മുടി അങ്ങനെ കെട്ടിക്കണമെന്നല്ല, ചെറിയ ചെറിയ ഇതുണ്ടാവുമല്ലോ, ബാർബർ ഷോപ്പല്ലേ. അങ്ങനെ ആ സിനിമ കഴിഞ്ഞിട്ടോ. അപ്പോൾ ഇതാ ആള് ലാലേട്ടൻ്റെ പാട്ടൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളെ കുട്ടൻ മുടി വെട്ടാൻ വേണ്ടി ഇരുന്നിട്ടുണ്ട്. അവിടെ എത്തിയപ്പോഴാട്ടോ സത്യമായിട്ട് ഞാൻ അറിയണത് ഈ മണ്ട ഇങ്ങനെ ചെയ്യുന്നിട്ടാ. ഫുള്ള് താടി മൊത്തം ക്ലീൻ ഷേവ് ചെയ്തിട്ടോ. സത്യം പറഞ്ഞാൽ എനിക്ക് തീരെ ഇഷ്ടമില്ലാത്ത കാര്യമാണ് കുട്ട ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എനിക്ക് തീരെ ഇഷ്ടമല്ല കേട്ടോ. എന്തായാലും ആള് വെട്ടിയിട്ടുണ്ട്, മുടിയൊക്കെ ഒന്ന് ഷേപ്പാക്കിയിട്ടുണ്ട്. ലാസ്റ്റത്തെ ലുക്ക് ഇതാട്ടോ. എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. എനിക്ക് തീരെ ഇഷ്ടമില്ലാത്ത കാര്യമാണ് ഈ ക്ലീൻ ഷേവ് ചെയ്യണം കേട്ടോ. മുടി പിന്നെ ഓക്കെ ആയിക്കണ്, പക്ഷെ ക്ലീൻ ഷേവ് ചെയ്തത് സൈക്കൂല. ഞാൻ നല്ല ബോറായിട്ടുണ്ട്. ഞാൻ കുട്ടനോട് അപ്പം തന്നെ പറഞ്ഞു കേട്ടോ. അങ്ങനെ പൈസ കൊടുത്ത് ഇറങ്ങാൻ നിൽക്കുമ്പോൾ നമ്മളെ ജിമ്മത്തെ കൊച്ചിനെയും മകനെയൊക്കെ കണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ ഞങ്ങളിതാ അവിടെ നിന്ന് ഇറങ്ങി. അപ്പം നിങ്ങൾ തന്നെ പറ നമ്മളെ കുട്ടൻ ഷേവ് ചെയ്തിട്ട് എങ്ങനെ ഉണ്ടെന്ന് കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. പിന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ബൈ.